വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ലൈവിൽ അഭിഷേക് ഒരിടത്തിരിക്കുന്നു. പിന്നെ ആ മൂലയ്ക്കത്തെ വാഴയുടെ അവിടുത്തെ ഗബ്രി ജാസ്മിൻ പൊതുവായിട്ടിരിക്കുന്ന ആ വാഴയിൽ ജാസ്മിന്, നന്ദന, സിജോ എല്ലാവരും കൂടി ഇരിക്കുന്നു. അപ്പോൾ ചർച്ച പതുക്കെ ജാസ്മിനിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അഭിഷേക് പറയുന്നു കുമ്പിടിയാന്ന്, അതായത് അവിടെയും കാണാം ഇവിടെയും കാണാമെന്ന്. ഇവൾ ഏത് ടീമിലാണെന്ന് പറയാൻ പറ്റില്ല. അഭിഷേകായിരുന്നു ക്യാപ്റ്റൻ, വെസൽ ടീമിലാണ് ഇട്ടത്. പക്ഷേ അവിടെ നിൽക്കാറില്ല, കിച്ചണിലാണെന്ന് പറഞ്ഞ് കിച്ചണിൽ പോകും. കിച്ചണിൽ പോയിട്ട് ജിൻഡോ ആയിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടുന്ന് വോക്കൗട്ടാണ് പൊതുവെ യാസ്മിൻ. അപ്പോൾ അവിടെയും പണിയെടുക്കണ്ട. ഇപ്പുറത്ത് പിന്നെ വെസലിൽ വരുമ്പോഴത്തേന് വെസലിലെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്, മറ്റുള്ളവർ ചെയ്തിട്ടും ഉണ്ടായിരിക്കും എന്ന് ഒരു കമൻ്റായിട്ട് അഭിഷേക് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് കുമ്പിടിയാണെന്നും പറഞ്ഞ്. അതേ തുടർന്ന് പിന്നെ ഞാൻ കിച്ചണിൽ പണിയെടുക്കുകയല്ലേ, ഞാൻ എത്ര പ്രാവശ്യം മുട്ടക്കറി വെച്ച്, സോയ വെച്ച്, അത് വെച്ച് ഇത് വെച്ചെന്ന് 4 ദിവസം വെച്ചു. ഫ്രൈഡേയിലും വീക്കെൻഡിലുമാണ് ചെയ്യാത്ത. വീക്കെൻഡിൽ എല്ലാവരും കയറി പണിയുന്നതല്ലേ, ഞാൻ മാത്രം ആവണമെന്നില്ല. അപ്പോൾ നീ വീക്കെൻഡിൽ പണിതിട്ടുണ്ടോ? സിജോ അതേ കയറി പിടിച്ച്, ആ വീക്കെൻഡിൽ ഞാൻ പണിയെടുത്തിട്ടില്ല കിച്ചണിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ജിൻഡോട് ചോദിക്കും. ജിൻഡോ അതിൻ്റെ അകത്ത് ചോദിക്കുന്നതുകൊണ്ടാണ് വന്ന് പറയുന്നത്, അല്ല കയറി വരുന്നതൊന്നുമല്ല. ജാസ്മിൻ പറയുന്നുണ്ട് വെറുതെ കയറി പിടിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ജിൻഡോ ചേട്ടൻ പറയുന്ന അഭിഷേക് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് അപ്പോൾ ഒരു പരാതി പോലെ പറയുന്നത് അരി ഒരു പ്രാവശ്യം ഇടുകയുള്ളൂ, ചോറ് ഒരു പ്രാവശ്യം കഴുകുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പം ജാസ്മിൻ പറയുന്നത്, അത് നിങ്ങളല്ലേ, 4 പ്രാവശ്യം അരി കഴുകണമെന്നല്ലേ ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങളല്ലേ ഒരു പ്രാവശ്യം. എന്നിട്ട് ജാസ്മിൻ പറയുന്നത് ഇയാൾ 2 പ്രാവശ്യം ചുമ്മാ ഒന്ന് കഴുകിയേച്ച് അപ്പം തന്നെ കൊണ്ട് അരി ഗ്യാസേ വെക്കുന്നു, അങ്ങനെയല്ല 4 പ്രാവശ്യം കഴുകണമെന്ന് ഞാനാ പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോ അത് നീ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ അല്ലേ അങ്ങനെ പറഞ്ഞേ. അങ്ങനെയൊക്കെ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ടോട്ടലി ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ അവിടെയല്ല ഇവിടെ അല്ലാതെ ഓടിക്കളിച്ച് എല്ലാത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പണി ചെയ്യാതെ രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു രീതിക്കാണ് പറഞ്ഞത്. അപ്പം പക്ഷേ അതിൻ്റെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേന് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു അടിയിലേക്കാണ് നീങ്ങിയത്. പിന്നെ എന്തുകൊണ്ടോ ജിൻഡോ അത് മുന്നോട്ട് കൊണ്ടുപോകാതെ അടി അവിടെ വെച്ച് അവസാനിപ്പിച്ച് കിച്ചണിൽ പോയി നിന്ന് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വിളിച്ച് പറയണ്ട എന്നുള്ള രീതിക്ക് ജാസ്മിനും മറുപടി പറയുന്നുണ്ട്. ജിൻഡോ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും കളിയൊന്നും അത്ര ഗെയിം കളിക്കാതെ ഒന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.